പെസഹ ആചരിക്കുന്നുണ്ടോ? നിന്റെ വിടുതലിനായി മാറ്റിക്കെട്ടിയ കുഞ്ഞാട് അറുക്കപ്പെട്ട കാര്യം ഓർക്കുന്നുണ്ടോ? ഇവിടെ സുനിൽ പാസ്റ്റർ പറഞ്ഞ് യേശുവിന്റെ രക്തം ആഴ്ച ഒരു ദിവസം പറയണമെന്നേ. പെസഹ എന്തുവാ? പെസഹ എന്തുവാ? മോശേ, ഈ മാസം നീ മാസങ്ങളുടെ ആരംഭമായി കണക്കാക്കണം. ഈ മാസം നീ 1 മുതൽ എണ്ണം. 1, 2, 3, 10 വരെ എണ്ണണം. 10-ാം തീയതി സന്ധ്യയ്ക്ക് വീടൊന്നിന് ഊനമില്ലാത്ത 1 വയസ്സ് പ്രായമുള്ള ഒരാട്ടുംകുട്ടിയെ മാറ്റിക്കെട്ടണം, വേർപെടുത്തണം, മാറ്റിക്കെട്ടണം. വീണ്ടും എണ്ണണം. 11, 12, 13, 14 4 ദിവസം മാറ്റിക്കെട്ടണം. മാറ്റിക്കെട്ടിയ ആട് റാന്നിന്നൊരു ഉപദേശി വരുമ്പോൾ എന്നൊന്ന് അലയ്ക്കുമെന്നല്ല, മാറ്റിക്കെട്ടിയ തന്നെ അലച്ചോളൂ. പിന്നെ ഇനി ഞാൻ വന്ന് അലപ്പിക്കൊന്നും വേണ്ട. ഒന്ന് അലച്ചാട്ടെ, ഒരു 3 പ്രാവശ്യം ഉറക്കി അലച്ചാട്ടെ എന്നൊന്നും ഞാൻ പറയണ്ട. മാറ്റിക്കെട്ടിയ തന്നെ അലച്ചോളൂ. പിന്നെ കൂട്ടത്തിൽ നിന്ന് മാറിയ തന്നെ അലയ്ക്കുമെന്നേ. നിന്നെ വേർപെടുത്തിയത് അലപ്പിക്കാനല്ല, അലയ്ക്കാനാ. രാവിലെ യാഗമായി തീരാൻ പെസഹ ഐക്യകത്ത് ആരാധനയുണ്ട്. ഓ ദീപാര മനക ശബ്ദര രകമന റൗഷസ്യ. ഇന്ന് രാവിലെ മാറ്റിക്കെട്ടിയ ഒരു കുഞ്ഞാട് അലയ്ക്കുന്നത് പോലെ നീ ഒന്ന് അലയ്ക്കാൻ കഴിഞ്ഞാൽ, ഓ മനസ്സിലാകുന്നുണ്ടോ? 100, 200, 500, 1000 ആടൊക്കെ ഓരോ വീട്ടിലുണ്ട്. രൂപേന്റെ ഗോത്രത്തിൽ 1000 ആട്, ഷിമിയോന്റെ ഗോത്രത്തിൽ 1000 ആട്, അങ്ങനെ ഓരോ ഗോത്രത്തിൽ 1000, 2000, 3000 ആട്. അതിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരാടിനെ മാറ്റിക്കെട്ടി. മാറ്റിക്കെട്ടിയ ആട് രാവൊന്നും പകരൊന്നും ഇല്ലാതെ അലയ്ക്കുക. വെള്ളവും വേണ്ട, തീറ്റയും വേണ്ട. ഉപവാസം പ്രഖ്യാപിച്ചല്ല, മാറ്റിക്കെട്ടിയപ്പോൾ ഉപവാസം ആയതാ. മിണ്ടുന്നില്ല. പ്രൈസലോ. മറ്റേ ആടെല്ലാം തീറ്റി കഴിക്കുന്നുണ്ട്, പക്ഷെ ഈ ഒരാട് ആഹാരം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല. ആടിനെ വിളിച്ചു വെച്ച്, നിനക്കെന്നാ ദഹനക്കേടുമില്ല, ഒന്നുമില്ല, മാറ്റിക്കെട്ടി. അമ്മയില്ലാത്ത, അപ്പനില്ലാത്ത, അളിയനില്ലാത്ത, ഉപ്പാപ്പനില്ലാത്ത, നാത്തുവിനില്ലാത്ത, ആരുമില്ലാത്ത, ഒറ്റപ്പെട്ടു പോയി. മാറ്റിക്കെട്ടിയതിന്റെ ഗുണം ഒറ്റപ്പെട്ടു പോയി. ഹലോ, സ്വന്തം ബന്ധം പറയാവുന്നില്ല, എല്ലാവരും കൂടെ മാറ്റിക്കെട്ടി. ഹല്ലേലൂയ. മാറ്റിക്കെട്ടിയത് തന്നെ അലച്ചോളും. അലച്ചലച്ച് യാഗമാകണം. ഹല്ലേലൂയ. അലയ്ക്കുന്നത് അലച്ചലച്ച് യാഗമാകണം. യാഗമാകുന്ന എന്തിനെന്നറിയാമോ? ഹല്ലേലൂയ. യാഗം കഴിച്ച് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവീൻ എന്ന് ദൈവം പറയുമ്പോൾ നീ യാഗമായെങ്കിലേ അവൻ വിളിച്ചു ചേർക്കത്തുള്ളൂ. ഈ 4 ദിവസം എന്നൊക്കെ പറയുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പേ ഊനമില്ലാത്ത കുഞ്ഞാടായ യേശുവിനെ സ്വർഗം മാറ്റിക്കെട്ടി. അതുകൊണ്ട് പുസ്തകത്തിൽ എഴുതി, ലോകസ്ഥാപനത്തിന് മുമ്പേ കുരുളറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട്. പ്രൈസ് ദി ലോർഡ്. ഇവിടുത്തെ 4 ദിവസം ദൈവത്തിന്റെ ഒരു ദിവസം എന്ന് പറഞ്ഞ 1000 സംവത്സരം. ഇന്നലെ കഴിഞ്ഞുപോയ ദൈവത്തിന്റെ ഒരു ദിവസമാണ്. അങ്ങനെയാണ് 4 ദിവസം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ 4000. ഹലോ, ആദാം മുതൽ യേശു വരെ 4000 വർഷം. മാറ്റിക്കെട്ടിയ കുഞ്ഞാട് 4000 വർഷം കഴിഞ്ഞപ്പോൾ കാൽവറിയിൽ യാഗമായെങ്കിൽ മാറ്റിക്കെട്ടിയ കുഞ്ഞാട് 14-ാം തീയതി സന്ധ്യയ്ക്ക് അറുക്കപ്പെട്ടു. സ്തോത്രം. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം കട്ടിളപ്പടിമേലും കുറുമ്പടിമേലും പുരട്ടി ആളുകൾ വാക്കി ആടിന്റെ ശരീരം കൊണ്ട് അകത്ത് കയറി വീടിന്റെ നടുക്ക് തീ കൂട്ടി തോലൊഴിച്ച് ശുദ്ധി ചെയ്ത ഈ ആടിന്റെ മാംസം തീക്കകത്ത് വെച്ച് ചുട്ടു. വീട് മുഴുവൻ ആ മാംസത്തിന്റെ ഗന്ധമുണ്ട്. ചുട്ട മാംസം കയ്പ് ചെയ്തയോടെ വല്യപ്പനും അപ്പനും കൊച്ചുമോനും കൊച്ചുമോന്റെ മോനും 4-ാം തലമുറക്കാരൻ വരെ, സ്വതന്ത്രം പറഞ്ഞില്ല, 4-ാം തലമുറക്കാരൻ വരെ വീട്ടിലുണ്ട്. 1.5 കിലോ കഴിക്കാവുന്ന വല്യപ്പൻ അത്രയും കഴിച്ചു കാണും. 100 ഗ്രാം കഴിക്കാവുന്ന 4-ാം തലമുറക്കാരൻ അത് കഴിച്ചു കാണും. എല്ലാവരും കഴിച്ചു.
ആരും കൊണ്ടുവന്ന് ഉടനെ കുനിഞ്ഞിരുന്ന് കണ്ണടച്ച് വെച്ചപ്പോക്കോ എനിക്ക് ഈ ആഴ്ച എടുക്കാനുള്ള യോഗ്യതയില്ലെന്ന് പറഞ്ഞ് ആട്ടിവിട്ടില്ല. എല്ലാരും കുഞ്ഞാടിന്റെ മാംസം ഭക്ഷിച്ചു. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. കുഞ്ഞാടിന്റെ മാംസം 1000 പേര് സഭയ്ക്കകത്തോണ്ട് 300 പേര് കഴിക്കുകയും 200 പേരുടെ തിരിച്ചുകൊണ്ട മേശയെ വെച്ച് പിന്നെ ലാസ്റ്റ് കമ്മിറ്റിക്കാർ കുടിക്കുകയും ചെയ്യാനല്ല. മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മാംസം അകത്ത് കയറി വല്യപ്പം മുതൽ 4ാം തലമുറക്കാരൻ വരെ, ഇന്നലെ പറവൻ നൈൽ നദിയിൽ ഇടാതെ രക്ഷപ്പെട്ട അവൻ വരെ ആ കുഞ്ഞാടിന്റെ മാംസം ഭക്ഷിച്ചു. മനസ്സിലാകുന്നുണ്ടോ? രക്തത്തളിക്കകത്തിരിക്കുന്നവൻ അകത്ത് മാംസം ഭക്ഷിച്ചു. ആൽവിയ അകത്ത് മാംസം കയറി പുറത്ത് രക്തവും പതിഞ്ഞപ്പോൾ അവന്റെ കുടുംബത്തിന്റെ കെട്ടരിഞ്ഞു. ഇന്ന് പകൽ നിന്റെ കുടുംബത്തെ പിശാച് ബന്ധിച്ച ഫറവോന്യ ബന്ധനങ്ങൾ അഴിയണമെങ്കിൽ നീ ഇന്ന് പകൽ കുഞ്ഞാടിന്റെ മാംസം ഭക്ഷിക്കണം. ഹല്ലേലൂയ. കരമുയർന്ന് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞു. പെസഹ ആചരിക്കുക. എന്താ പെസഹ? മാറ്റിക്കെട്ടിയ കുഞ്ഞാടിനെ 14-ാം തീയതി സന്ധിക്ക് അറുത്തു. ആ രാത്രിയിൽ അകത്തു വെച്ച് ചുട്ട മാംസം കൈപ്പിച്ചിലൂടെ ഭക്ഷിച്ചു. ഭക്ഷിച്ചപ്പോൾ ഡൈനിങ് ടേബിളിൽ ഇരുന്നല്ല ഭക്ഷിച്ച്, ഒരു കൈയിൽ വടി പിടിച്ചു, ഒരു കൈ കൊണ്ട് ഭക്ഷിച്ചു. തിടുക്കത്തോടെ തിന്നുകയാണ്, തിടുക്കത്തോടെ. അത്യുഷ്ണമായതുകൊണ്ട് 1 മണിക്ക് യോഗം നിർത്താൻ വേണ്ടിയുള്ള കഴിപ്പല്ല, ഒരു പുറപ്പാടിനാണ്. പ്രായമുള്ള അപ്പച്ച ഇത്രയും ധൃതിയിൽ എന്നെ കഴിക്കുന്ന സാവകാശം കഴിക്കാൻ പറഞ്ഞ അപ്പച്ചൻ പറയല്ലേ, ഇത് ഞങ്ങളുടെ പുറപ്പാടിന്റെ രാത്രിയാ. ഇങ്ങനെ സാവകാശം കഴിച്ചുകൊണ്ടിരിക്കാൻ സമയമൊന്നുമില്ല. പിശാചിനെ പിടിവിടുന്ന രാത്രിയാ. കുഞ്ഞാട് അറുക്കപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി നിന്നെ കൊണ്ട് ദൈവം വിളിച്ചു വേർതിരിച്ചത് ഈ ഉത്സവം നീ ആചരിക്കണം, ഈ ഉത്സവം നീ ആചരിക്കണം, ഈ ഉത്സവം നീ ആചരിക്കണം. ഹല്ലേലൂയ. ആ രാത്രിയിൽ ഇവർ കുഞ്ഞാടിന്റെ മാംസം ഭക്ഷിക്കുമ്പോൾ ഭയങ്കര ആരാധന വെളിപ്പെട്ടു. ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത ഫറവോന്റെ വീട്ടിൽ നിലവിളി ഉയർന്നു. പെസഹായുടെ മറ്റൊരു ഗുണം നിങ്ങൾ അറിയണം. 430 വർഷം നിന്നെ പീഡിപ്പിച്ചവന്റെ വീട്ടിൽ, നിന്റെ കടിഞ്ഞൂടുകളെ നൈൽ നദിയിൽ ഒഴുക്കിയവന്റെ വീട്ടിൽ നിലവിളി. കുഞ്ഞാട് അറുക്കപ്പെട്ട നിന്റെ വീട്ടിൽ ആരാധന. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മാംസം ഭക്ഷിച്ചവന്റെ വീട്ടിൽ ആരാധന. ഹല്ലേലൂയ. എന്ന നിന്നെ അകാരണമായി പീഡിപ്പിച്ചവന്റെ കൂടാരത്തിൽ നിലവിളി. ഹല്ലേലൂയ. ആ രാത്രിയിൽ കടിഞ്ഞൂലുകളെ സംഹരിച്ചു. ഈ 15ാമത്തെ പകൽ അകാരണമായി നിന്നെ പീഡിപ്പിക്കുന്ന, നിന്റെ നന്മയ്ക്കെതിരെ ആകാശ കോടാലി കെട്ടി ഉയർത്തിയ ദൂതന്റെ മണ്ഡലങ്ങളെ ഇന്ന് രാത്രി ദൈവം സന്ദർശിച്ചിട്ട് നിന്റെ കുടുംബത്തെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ആഴത്തിൽ ചില വിടുതലുകൾ ഇന്ന് ദൈവം പകരുകയാ. നിന്റെ നന്മയ്ക്കെതിരെ, കുടുംബത്തിലെ ശുശ്രൂഷക്കെതിരെ പിശാച് കെട്ടി ഉയർത്തിയ കോട്ടകളെ ഇന്ന് സ്വർഗം അഴിക്കുകയാ. അഭിഷേകത്തോടെ അല്പനിമിഷം എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ചില പോരുകൾ ആഴത്തിൽ അഴിയട്ടെ. ഓ മാന ധീര ധാര വൈഡ രഗദ രൗഡ റിബലെ അത്ത മാന. ഹല്ലേലൂയ. അപ്പൊ ഈ ആരാധിക്കുന്നതേ ഉള്ളൂ. ഉണ്ടായിരുന്ന ഒരു ആട്ടിൻകുട്ടിയുടെ പോയതേ ഉള്ളൂ. കയ്യിൽ ആരുടെയെങ്കിലും 5 പൈസ ഇല്ല. സ്തോത്രം. ഇവരുടെ ആരുടെ കയ്യിൽ എന്തില്ല? പറ. 5 കാശില്ല. കാരണം സാലറി ഇല്ല. കേരള ഗവൺമെന്റ് ഗതികേടുണ്ടായത് കൊണ്ടല്ല, കേന്ദ്രത്തിൽ നിന്ന് ലോൺ കൊടുക്കാഞ്ഞത് കൊണ്ടുമല്ല, മനഃപൂർവ്വം കൊടുക്കാത്ത. സ്തോത്രം. ATM കാർഡില്ല, ഡെബിറ്റ് കാർഡില്ല, ക്രെഡിറ്റ് കാർഡില്ല, ആധാർ കാർഡില്ല, പാസ്ബുക്കില്ല. ഹലോ. പോസ്റ്റ് ഓഫീസിലെ നിക്ഷേപമില്ല, ചിട്ടിയില്ല. എന്നോട് ചിട്ടി വെക്കാനാ. സ്തോത്രം. പക്ഷേ പെസഹ നടന്നു കഴിഞ്ഞപ്പോൾ എല്ലാം വീട്ടിൽ നിന്നും വെള്ളിയും പൊന്നും ആഭരണങ്ങളും എല്ലാം ഇസ്രായേൽ മക്കളുടെ കൈ കൊടുത്തു. അവര്
ചെന്ന് ചോദിച്ചോളാം ദൈവം പറഞ്ഞു, വായ്പ മേടിച്ചോളാൻ പറഞ്ഞു. ഞങ്ങൾ ഇന്ന് രാത്രി പോവാം, നിങ്ങളുടെ കണ്ടെത്തി ഇത്രയും നാൾ പണിതല്ലേ, നിങ്ങളുടെ വീടിൻ്റെ ഇഷ്ടികയില്ല, ഞങ്ങൾ കണ്ടെത്തി നിന്ന് മണ്ണെടുത്ത് കുഴച്ച് ഞങ്ങൾ തന്നെ വൈക്കോലുണ്ടാക്കി തന്നെ അത് നീ ഇപ്പോൾ കിടക്കുന്നേ, ഞങ്ങൾ പോവാം. അതുകൊണ്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾക്കിടാൻ ഒരു മാലയുണ്ടെങ്കിൽ തരണം, ഒരു അരിഞ്ഞാണം ഉണ്ടെങ്കിൽ തരണം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാൻ പോയതാണ്. അപ്പോൾ ഈ കടിഞ്ഞൂരി എത്തി കിടക്കുമ്പോൾ മാല പറക്കാൻ സമയമില്ലല്ലോ. അവർ പറഞ്ഞു, ഇതുകൊണ്ട് സ്വർണ്ണത്തിൻ്റെ പെട്ടി ഇരിപ്പുണ്ട്, എടുത്തുകൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു. വെള്ളിയുടെ പെട്ടിയുണ്ട്, അതും കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഒന്നും രണ്ടും ചോദിക്കാൻ ചെന്നവർക്ക് പെട്ടി കണക്കിന് കൊടുത്തു. ഹലോ, അവർ ബഹുസമ്പന്നരായെന്ന് എഴുതിയേക്കുന്നത്. എന്തുവായെന്ന? മൾട്ടി മില്യനറായെന്ന്. ഓരോ ഇസ്രായേൽ മക്കളും അദാനിയെ പോലായെന്ന്. നിങ്ങൾ അല്ലരിയ പറയുന്നില്ല. എൻ്റെ കുഞ്ഞെ തടഞ്ഞതെല്ലാം കൂടെ, ദുഷ്ടം പിടിച്ചു വെച്ച എല്ലാം കൂടെ നിന്റെ കയ്യിലോട്ട് തരാൻ ദൈവത്തിന് ഒറ്റ രാത്രി മതി. ഈ രാത്രി നീ ആരാധിക്കാൻ, പെസഹ ആചരിക്കാൻ തയ്യാറായാൽ, വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. നീ പെസഹ ആചരിക്കാൻ തയ്യാറായാൽ, അവർ ബഹുസമ്പന്നരായി മിസ്രൈമിൽ നിന്ന് പോന്നെന്ന. നമ്മൾ ഈ 2000, 500, 1000 ഒക്കെ നിർത്തലാക്കിയപ്പോൾ ബാങ്കിൻ്റെ അവിടെ പോയി ക്യൂ നിന്ന് തല്ലുകൊണ്ട് ഒത്തിരി പേരുണ്ട്, പോലീസുകാരുടെ. സ്തോത്രം. എന്നിട്ടും മൊത്തം പൈസ കിട്ടിയില്ല. 1000 വെച്ച് പിൻവലിക്കാവൂ, 20,000 വെച്ച് 50 ലക്ഷം കിട്ടുവാനും 20,000 കിട്ടത്തുള്ളായിരുന്നു. ഹലോ, ശരിയല്ലേ? പക്ഷെ ഇസ്രായേൽ മക്കൾക്ക് ക്യൂ ഒന്നും നിന്നില്ല, തല്ലും കൊണ്ടില്ല, ആ രാത്രി കൊണ്ട് ബഹുസമ്പന്നരാക്കി. നിങ്ങൾക്കിത് വിശ്വസിക്കാൻ കഴിയുമോ? പെസഹ ആചരിച്ചാൽ, ഞാൻ ഒരു ദൂത് പറയാം, കഴിഞ്ഞ 430 വർഷം തടഞ്ഞതെല്ലാം ഉറപ്പാ തടഞ്ഞ മുഴുവൻ നന്മ. ഹല്ലേലൂയ. നിന്റെ ഉയർച്ച കണ്ടിട്ട് അസൂയ കൊണ്ട് തടഞ്ഞത്, കണ്ണുകടി കൊണ്ട് തടഞ്ഞത്, പ്രൈസ് ദി ലോർഡ്, നിന്റെ ശുശ്രൂഷയുടെ മുന്നേറ്റം കണ്ടിട്ട് മനഃപൂർവ്വമായി വെട്ടിയത് ഒക്കെ നിന്റെ കൈ തരാൻ എന്റെ ദൈവത്തിന് ഒറ്റ രാത്രി മതി. വിശ്വസിക്കുന്നവരെ ദൈവത്തെ ആരാധിക്കാവൂ. ഇന്ന് പകരാരമായ ദൈവകൃപ ജനത്തിന്റെ മേൽ ദൈവം പകരുകയാ. നിന്റെ കൂടാരത്തിന്റെ ഉള്ളിലെ അന്ധകാരത്തിന്റെ ആധിപത്യങ്ങളെ ദൈവം വെട്ടുകയാ. ബാക്കി നമുക്ക് സമയമുണ്ട് ചിന്തിക്കെങ്കിലും നമുക്ക് എന്തിനാണ് ഇസ്രായേലിനെ മക്കളെ വിളിച്ചത്? ഒന്നാമത്തേത് എന്തിനാ? കനാനി കൊണ്ടുപോവാൻ. എല്ലാവരും പറഞ്ഞേ, കനാനി കൊണ്ടുപോവാൻ. യോസഫേ ഈജിപ്തിലെ മുഴുവൻ പട്ടണങ്ങളിലും, പ്രധാനപ്പെട്ട എല്ലാ പട്ടണത്തിലും ഓരോ പാണ്ഡികശാല പണിത്. പാണ്ഡികശാല പണിത് എല്ലാ പാണ്ഡികശാലയിലും 7 വർഷത്തെ നന്മ ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ചു. പക്ഷേ ഗോശൻ ദേശത്ത് മാത്രം പാണ്ഡികശാല പണിതില്ല. അത് പ്രത്യേകം ഒരു വേലി കെട്ടി ഇങ്ങനെ മാറ്റിയിട്ടു. അപ്പോൾ ആളുകൾ ചോദിച്ചു, അല്ലയോ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ജി, ജോസഫ് ജി, അത് വിളിച്ചാലേ മന്ത്രിയാകത്തുള്ളല്ലോ. ഹലോ, അപ്പം മന്ത്രിജി, ഈ ഗോശൻ ദേശം മാത്രമല്ല പാണ്ഡികശാല പണി അത് മാറ്റിയിട്ടേക്കുന്നതെന്ന് ചോദിച്ചു. ഉടനെ പ്രധാനമന്ത്രി ജി പറഞ്ഞു, എൻ്റെ രക്തത്തിൽപ്പെട്ടവർ വരുന്നുണ്ട്. ഹലോ, ഞാനിതുവരെ രഥം അയച്ചില്ല, ഞാൻ രഥം അയക്കും. ഞാൻ രഥം അയച്ചാൽ അവരിഞ്ഞു വരും. അവർ വരുമ്പോൾ പാർക്കാൻ ഞാൻ അവർക്ക് വേണ്ടി തിരിച്ചിട്ടേക്കുന്ന സ്ഥലമാണ്. മനസ്സിലായോ? എൻ്റെ പിതാവിന് ഒത്തിരി വാസസ്ഥലമുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുമായിരുന്നു. പക്ഷെ ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. സ്തോത്രം പറയണം. നിങ്ങൾക്ക് ഞാനൊരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. അതെന്റെ രക്തത്തിൽപ്പെട്ടവർക്ക് കൊടുക്കാനാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽ അവന്റെ രക്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടി ഒരു സ്ഥലം അവൻ ഒരുക്കുന്നുണ്ട്. ഓ ഹല്ലേലൂയ. ആരാ യേശുവിന്റെ രക്തത്തിൽപ്പെട്ടവര്? യേശു അപ്പച്ചന്റെ രക്തത്തെ പാപം കഴുകിയവരല്ല, അവന്റെ രക്തത്തിൽപ്പെട്ടവരാ. നമ്മുടെ ബന്ധം എന്തുവാ?
കാണുന്നുണ്ടെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ തരുന്നത് അമ്മ പ്രസവിച്ചിട്ടാണോ? പറ. നമ്മുടെ ബന്ധം എന്തുവാ? നമ്മുടെ എല്ലാം ദേഹത്തൊഴുകുന്നത് യേശുവിന്റെ രക്തമാ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധം അതാണ്. ഹല്ലേലൂയ. നമ്മൾ കാണാതെ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന എന്തിനാ? നമ്മുടെ ബന്ധം അത്ര ദൃഢമാ. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. നമുക്കെല്ലാം കൂടെ മാത്രം ഒരു ഘോഷദേശം മാറ്റിയിട്ടുണ്ട്. അത് നാട്ടുകാർക്ക് പാണ്ഡികശാല പണിയാനുള്ളതല്ല. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അത് നാട്ടുകാർക്ക് പാണ്ഡികശാല പണിയാനുള്ളതല്ല, രക്തത്തിൽപ്പെട്ടവർക്ക് പാർക്കാനുള്ളതാ. ഇന്ന് പകൽക്കാലം സ്വർഗം ഒരു സ്ഥലം ഒരുക്കുന്നുണ്ട്. എന്തിനാ ജനത്തെ വിട്ടയക്കാൻ പറഞ്ഞത്? ഒന്ന്, കനാനിലെത്തിക്കാൻ. രണ്ട്, ആരാധിപ്പിക്കാനല്ല, ആരാധിക്കാൻ. പറഞ്ഞെല്ലാരും ആരാധിക്കാൻ. മൂന്ന്, ദൈവത്തിന് ഉത്സവം ആചരിക്കാൻ. എന്തിനാ ഉത്സവം? അതിനെല്ലാം ഒത്തിരി വ്യവസ്ഥയാണ്. അതെല്ലാം സമയമുണ്ടേ പറയാം. ഓരോ ഉത്സവത്തിനും ഓരോ അർത്ഥവും ഓരോ ഉത്സവത്തിനും ഓരോ വ്യവസ്ഥയുമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം വിളിച്ചതിന്റെ മൂന്നാമത്തെ കാര്യം പറ. നാലാമത്തെ കാര്യം പുറപ്പാട് 5:3. പുറപ്പാട് 5:3 വേഗം വായിച്ചേ. അതിനെ അവർ, എബ്രായരുടെ ദൈവം ഞങ്ങൾക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നു. അവൻ മഹാമാരിയാലോ വാളാലോ ഞങ്ങളെ ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് ഞങ്ങൾ 3 ദിവസത്തെ വഴി മരുഭൂമിയിൽ പോയി ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് പറഞ്ഞു. എന്തിനാണ് വിട്ടയക്കാൻ മോശയിലൂടെ ദൈവം പറഞ്ഞത്? 3 ദിവസത്തെ വഴി ദൂരം പോയി മരുഭൂമിയിൽ ദൈവത്തിന് യാഗം കഴിക്കാൻ. എന്നൊന്ന് ശ്രദ്ധിച്ചെല്ലാരും. എന്തിനാ വിളിച്ചേ? പറ. യോഗം കഴിയുന്ന സമയമായോ? ഇല്ല ഇല്ല ഇല്ല. നിങ്ങളുടെ ഇരിപ്പ് കണ്ട് എനിക്ക് തോന്നുന്നു എങ്ങനെയൊരു നിർത്തിയെ കിട്ടിയാൽ മതി എന്നൊരു അങ്ങനെ ചിന്തയുണ്ടോ? ഇല്ല. ഈ ദൂത് മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടല്ലോ. നമ്മളതിൻ്റെ യഥാർത്ഥ ഭാഗത്ത് കിടക്കാൻ പോകുന്നേ ഉള്ളൂ. ഞാനൊരു മുഖവര പറയാ. നാലാമത്തെ കാര്യം യാഗം കഴിക്കാൻ. പറഞ്ഞ എന്തിനാ? 5 യാഗങ്ങളുണ്ട്, 7 ഉത്സവങ്ങളുണ്ട്, 5 യാഗങ്ങളുണ്ട്. ഈ 5 യാഗങ്ങളുടെ പൊതുവായ നാമമാണ് ദഹനയാഗം എന്നുള്ളത്. പക്ഷെ യാഗങ്ങൾക്കെല്ലാം വേറെ വേറെ പേരാ. ഒന്നാമത്തെ യാഗത്തിൻ്റെ പേര് ഹോമയാഗം, രണ്ടാമത്തെ യാഗത്തിൻ്റെ പേര് ഭോജനയാഗം, മൂന്നാമത്തെ യാഗത്തിൻ്റെ പേര് സമാധാനയാഗം, നാലാമത്തെ യാഗത്തിൻ്റെ പേര് പാപയാഗം, അഞ്ചാമത്തെ യാഗത്തിൻ്റെ പേര് അകൃത്യയാഗം. എത്ര യാഗങ്ങളാ? 5 യാഗങ്ങൾ. എന്തിനാ വിളിച്ചേക്കുന്നത്? യാഗം കഴിക്കാൻ. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ആദ്യത്തെ 3 യാഗങ്ങളോട് ചേർന്ന് സൗരഭ്യമുള്ള കുന്തിരിക്കം കൂടെ ചേർക്കും. അതുകൊണ്ട് ആ 3 യാഗത്തിനൊരു പേരുണ്ട്, സൗരഭ്യവാസനയുള്ള യാഗം. ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം 3ഉം സൗരഭ്യവാസനയുള്ള യാഗമാണ്. പക്ഷെ ലാസ്റ്റിലത്തെ 2 യാഗത്തിന് കുന്തിരിക്കം ചേർക്കാൻ ഒക്കത്തില്ല. അത് പാപയാഗവും അകൃത്യയാഗവുമാണ്. അതൊക്കെ വിവരിക്കുമ്പോൾ കാൽവറിയെ ധ്യാനിച്ച് ആരാധിക്കണം. സ്തോത്രം പറയണം. പ്രൈസ് ദി ലോർഡ്. നല്ല പച്ചമാംസ കത്തി എരിയുന്ന രൂക്ഷഗന്ധമാ പാപയാഗവും അകൃത്യയാഗവും. നമ്മുടെ വിഷയം പാപമാ, ഓർത്തോണം. എന്തിനാ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചത്? ഫറവോന്റെ കയ്യിൽ വിട്ടയക്കാൻ പറഞ്ഞ എന്തിനാ? കനാനി കൊണ്ടുപോകാൻ. എന്തിനാ വിട്ടയക്കാൻ പറഞ്ഞത്? ആരാധിക്കാൻ. എന്തിനാ വിട്ടയക്കാൻ പറഞ്ഞത്? ദൈവത്തിന് ഉത്സവം ആചരിക്കാൻ. എന്തിനാ വിട്ടയക്കാൻ പറഞ്ഞത്? 3 ദിവസത്തെ വഴി ദൂരം പോയി. ഫറവോന് കുറെ ഉപാധികൾ പറഞ്ഞു. എന്തൊക്കെയാ ഉപാധികൾ? ഒന്നാമത്തെ ഉപാധി, ഇവിടങ്ങ് ആരാധിച്ചു. അതിനിപ്പോൾ മരുഭൂമി ചെന്നേ ആരാധിക്കാവുന്ന എന്തോ ഇപ്പം ഇവിടെ ആരാധിച്ചു. ഞങ്ങൾക്കൊരു വിധവും ഇല്ല. തമ്പേർ കൊട്ടണോ? സൈത്രം അടിക്കണോ? ടാമർ കുലുക്കണോ? ഇനി പൂതവിളക്ക് അടിക്കണോ? അല്ല ഇനി ഇതുപോലെ ഡ്രം സെറ്റ് അടിക്കണോ? അടിച്ചോ. ഞായറാഴ്ച ചെയ്യലെന്നേ ഉള്ളൂ. വെള്ളിയാഴ്ച ഒക്കെ നിങ്ങളങ്ങ് ആരാധിച്ചു. ഒരു പ്രശ്നമില്ല. ഇവിടെ ആരാധിച്ചു.
ഹലോ, മനസ്സിലാകുന്നുണ്ടോ? 2 പറവൻ പറഞ്ഞു, ഓക്കെ, ഇനി മരുഭൂമിയിലേ ആരാധിക്കുന്നുള്ളെങ്കിൽ ആണുങ്ങളെല്ലാം കൂടെ പോയി ആരാധിച്ചോ, പെണ്ണുങ്ങളും പിള്ളേരും കൂടി ഇവിടെ നിൽക്കട്ടെ. സ്തോത്രം. 3ാമത് പറവൻ ഇച്ചിരി കൂടെ താഴോട്ട് വന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളും പിള്ളേരും പൊക്കോ, ദൂരോട്ട് പോകല്ല, ദൂരോട്ട് പോകൽ. അടുത്ത ദിവസം പറഞ്ഞു, മരുഭൂമി തന്നെ പൊക്കോ, കന്നുകാലി ആട് ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ യാഗവസ്തു ഇല്ലാതെ പൊക്കോളാൻ പറഞ്ഞു. ഇതിനെല്ലാം മോശ ഒറ്റ മറുപടി, എടാ പറവോനെ, ഇത് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന വിഷയമാണ്, അതിന് നീയുമായിട്ട് കോംപ്രമൈസിങ് ഒന്നുമില്ല. ഹലോ, ആരാധന വിഷയത്തിൽ ഉലകത്തിൽ ആരുമായിട്ടും കോംപ്രമൈസിങ് ഇല്ല. അങ്ങനെയുള്ളവർ മാത്രം ഒന്ന് കൈയടിച്ച് ഹല്ലേലൂയ. ഞങ്ങള് ആണുങ്ങൾ തന്നെ പോണോ, പെണ്ണുങ്ങളും പിള്ളേരും പോണോ, ഇതൊക്കെ 3 ദിവസം വഴി ദൂരമോ, അതൊക്കെ ഞങ്ങൾ ആരാധന വിഷയമാണ്. അതിന് നീയുമായിട്ട് ഒരു കോംപ്രമൈസിങ്ങും ഇല്ല. ഞങ്ങൾ ആരാധിക്കുകയാണെ ഒരു കുളമ്പ് ഇവിടെ ശേഷിക്കത്തില്ല. പറയണം, ഇന്ന് രാവിലെ പറയണം, ഒരു കുളമ്പ് ശേഷിക്കത്തില്ല. ഞങ്ങൾ ആരാധിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളും ഭാര്യമാരും ഞങ്ങളുടെ സകല സമ്പത്തും 3 ദിവസത്തെ വഴി ദൂരം പോയി ദൈവത്തെ ആരാധിക്കും. ഇന്ന് രാവിലെ ഉറപ്പുള്ളവരൊക്കെ കരമൊന്നടിച്ച് രാവിലെ നന്ദിയോടെ ദൈവത്തെ ആരാധിച്ച്, ആരാധനയ്ക്ക് കോംപ്രമൈസിങ് ഇല്ല. ആരാധിക്കുന്നവന്, യാഗം കഴിക്കുന്നവന്. എന്താ പുതിയ നിയമസഭയുടെ യാഗം? റോമാലേഖനം 12:1-2 എപ്പോഴും നമ്മൾ പ്രസംഗിക്കുന്ന, ഒന്ന് വായിച്ചേ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ചു നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി. 1ാമത്തെ യാഗം ശരീരയാഗമാ. കുനിഞ്ഞിരിക്കല്ലേ, എന്തോ യാഗമാ? ശരീരയാഗം ശരിയായിട്ട് സ്വോത്രയാഗം അർപ്പിക്കാവൂ. നമ്മൾ സ്വോത്രയാഗം കൊടുക്കുന്നുണ്ടെങ്കിലും ശരീരയാഗം ശരിയായിട്ടില്ല. അതുകൊണ്ടാണ് പലരുടെ നാക്ക് വഴങ്ങാത്ത, സ്തോത്രം ശോസ്ത്രമൊക്കെ ആയിപ്പോന്നെ. അതുകൊണ്ടാണ് മിണ്ടുന്നില്ല. നിന്റെ ശരീരയാഗം ഇതുവരെ ഓർഡറിലാകാത്തതുകൊണ്ടാണ് സ്തോത്രയാഗത്തിന്റെ ശബ്ദം മാറുന്നത്. ശൗലൊരു യുദ്ധം കഴിഞ്ഞ് യാഗത്തിനുള്ള വസ്തുവിനെല്ലാം കൊണ്ട് പെരുക്കാത്തതുകൊണ്ട് അടച്ചിട്ട് ഇപ്പുറത്തെ മുറി പുള്ളി മുട്ടയിരുന്നുകൊണ്ട് രക്തം വിക്ടറി എന്നൊക്കെ പറഞ്ഞപ്പോഴാ ശൗമേൽ കയറി വരുന്നത്. ശമരി വെച്ച് മോനെ എന്നാട് അകത്തൊരു വല്ലാത്ത ശബ്ദം കേൾക്കുന്നത്, അത് യഹോവയ്ക്ക് യാഗം കഴിക്കാൻ കൊണ്ടുവന്നേക്കാന്ന് പറഞ്ഞു. ഉടനെ വിവേചിക്കുന്ന ആത്മാവുള്ള ശൗമേൽ പറഞ്ഞു, എടാ അത് കാളകളുടെയൊക്കെ മൂക്കറ ശബ്ദമാണല്ലോടാ, നമുക്ക് തോന്നുന്നു സ്വോത്രസ്വത്വമാണ്. നിങ്ങൾ മിണ്ടുന്നില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. എവിടെയെങ്കിലും കിട്ടുന്നതെല്ലാം അവിടെ വലിച്ചോണ്ട് വന്ന് അർപ്പിക്കുന്നതല്ലേ യാഗം. നിന്റെ ശരീരം ജീവനുള്ളതായിരിക്കണം, വിശുദ്ധി ഉള്ളതായിരിക്കണം, ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് നിന്റെ ശരീരത്തെ തീർക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്ലെയിനെ കയറി യൂണിഫോം ഇട്ട കൊച്ചു കൊണ്ടൊന്നും വെച്ച് എന്തുവരും വെള്ളം തരുന്ന ഉടനെ ജ്യൂസാന്ന് പറഞ്ഞ് മേടിച്ച് കുടിച്ചൊന്നും വന്ന് സ്വോത്രം പറയല്ലേ. അതിനകത്തും CC ക്യാമറ ഒക്കെ ഉണ്ട്. നിന്റെ വീട്ടിൽ കള്ളം വരുന്നൊന്ന് നോക്കാൻ മാത്രമല്ല CC ക്യാമറ, മേളിലൊരെണ്ണ സാധനം വെച്ചേക്കാം ഫുൾ ലൈവായിട്ട്. പിന്നെ നീ ഭർത്താവ് അറിയാതെ മൊബൈലെ മാന്തിയതും, ഭാര്യ അറിയാതെ മൊബൈലെ മാന്തിയതും, അപ്പനും അമ്മ അറിയാതെ പിള്ളേർ മാന്തിയതും എല്ലാം ലൈവിനകത്ത് കിടപ്പുണ്ട്. ഓണായി കിട്ടുന്നത് അവൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണേ ഉള്ളൂ. അവനവൻ ശരീരത്തിരുന്നപ്പോൾ ചെയ്തത് പറയെല്ലാരും കൂടെ എല്ലാം വെളിപ്പെട്ട് വരും, എല്ലാം വെളിപ്പെട്ട് വരും.
ഞാൻ ഇന്ന് രാവിലെ പാസ്റ്ററുകളുടെ ഒരു മെസ്സേജ് കേട്ടുകൊണ്ടാണ് വന്നത്. അപ്പം ഞാൻ പാസ്റ്ററുകളെ കാണിച്ചു പറഞ്ഞു 17 വർഷം മുമ്പേ പറഞ്ഞാന്ന് പറഞ്ഞു. 17 വർഷം മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും ലൈവ് കിടക്കുകയാണ്. പിന്നെ മൊത്തം ലൈവ് കിടപ്പുണ്ട്. സന്തോഷം ഉണ്ടല്ലേ കൈയടിക്കാവുള്ളൂ. ലൈവ് മൊത്തം കിടപ്പുണ്ടെന്ന്. ബഥേലിലെ റെക്കോർഡിംഗ് ഇത്രയും സൂപ്പർ ആണെങ്കിൽ അവിടുത്തെ റെക്കോർഡിംഗ് എന്തുമായിരിക്കും? ഹല്ലേലൂയ. ഞങ്ങളുടെ അവിടെ കേരളത്തിലെല്ലാം ഹെൽട്രോങ്കാര് ഈ വണ്ടിയുടെ സ്പീഡിനും ഈ ബെൽറ്റ് ഇടാത്തതിനും കൊണ്ട് ക്യാമറ വെച്ചു. 5 മാസം നമ്മുടെ ഗവൺമെന്റ് പൈസ കൊടുക്കാഞ്ഞപ്പോൾ ഹെൽട്രോങ്കാർ അത് ഓഫ് ചെയ്തു. ഇപ്പൊ അത് വർക്ക് ചെയ്യുന്നില്ല. ഒത്തിരി കോടി രൂപ മുടക്കിയതാ. സ്തോത്രം. ഇവിടുത്തെ പല പദ്ധതികളും സ്റ്റക്കായി കിടക്കും. പക്ഷെ മേളത്തെ ഇന്ന് വരെ സ്റ്റക്കായിട്ടില്ല. എല്ലാവരും ഇവിടെ ഉണ്ടേ? മൊത്തം ലൈവിനകത്തുണ്ടെന്ന്. നിന്നെ തന്നെ അങ്ങോട്ട് പീസിച്ചെറിയാൻ എന്ന് പറയുമ്പോൾ ഞാൻ കയറി നിൽക്കണം. പഴയ തെള്ളി രാജു ഇപ്പോഴത്തെ പീസിച്ചെറിയാൻ കയറി നിൽക്കാൻ പറയും. അവിടെ ചെല്ലുമ്പോൾ റൈറ്റ് റവറന്റ് മോസ്റ്റ് എന്നൊന്നും പറയത്തില്ല, കയറി നിൽക്കാൻ പറയും. പേര് വിളിക്കും. കയറി നിൽക്കുന്നതിൻ്റെ ദൂതനോട് പറയും മറ്റേ ഒന്ന് ഓണാക്കിയേക്കാൻ പറയും. പീസിച്ചെറിയാൻ്റെ ഓണാക്കാൻ പറയും. എല്ലാവരും ഉണ്ടോ ഇവിടെ? ഓണാക്കും. ഞാൻ ആ നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് ഉരുകി ഉരുകി ഉരുകി. ഹലോ, നിങ്ങളുടെ ശരീരങ്ങളെ ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് പ്രബോധിപ്പിക്കുക. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിക്കണം. ഈ ലോകത്തിന് അനുരൂപരാകരുത്. ബേഥേലിലെ ഒറ്റ വിശ്വാസി ഈ ലോകത്തിന് അനുരൂപരാകരുത്. വേർപെട്ട ഒറ്റ ദൈവമക്കൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. നന്മയും പൂർണ്ണതയുമുള്ള ദൈവത്തിന്റെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ട് നിന്റെ മനസ്സ് പുതുക്കി ഈ 15-ാമത്തെ പകൽ രൂപാന്തരപ്പെടുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. സന്തോഷമുള്ള ദൈവമക്കൾ ലക്ഷിക്കാതെ ഈ പകൽ കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ദൈവത്തിന് പ്രസാദമുള്ള യാഗം. കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാൾ വിലയുള്ള നിന്റെ സ്തോത്രമെന്ന യാഗം രണ്ടാമത് അർപ്പിക്കണം. നമ്മൾ വരുമ്പോഴേ സ്തോത്രയാഗം കൊണ്ടാണ് വരുന്നത്. ശരീരം എങ്ങനെ കിടന്നാൽ നമുക്ക് തന്നെ? ഹലോ, ശരീരം ചാത്താന്റെ കിളിത്തട്ടായി കിടക്കുക. അവൻ രാവിലെ തൊട്ട് വൈകോളം കിളിയും അക്കും കളിച്ചും വെച്ച് ആ ശരീരം കൊണ്ട് നമ്മൾ വന്നും വെച്ച് സ്തോത്രയാഗം അർപ്പിച്ച ദൈവം പ്രസാദിക്കുമോ? പറഞ്ഞേ. എന്തിനാ ദൈവം ഇസ്രായേലിനെ മിസ്രൈമിനെ വിടുവിച്ച്? 1, കനാൻ ദേശം കൊടുക്കാൻ. 2, ദൈവത്തെ ആരാധിക്കാൻ. എങ്ങനെ ആരാധിക്കണം? ആരാധനയുടെ സത്യം പറഞ്ഞത് യേശുവാ ശമരിയാക്കാരിയോട്. അത് ആരുടെ ആഗ്രഹമാ? പിതാവിന്റെ ആഗ്രഹം. ദൈവത്തെ ആരാധിക്കുന്നവൻ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം എന്നാകുന്നു എൻ്റെ പിതാവിന്റെ ഇഷ്ടം. പാസ്റ്ററുടെ ഇഷ്ടമല്ല, യേശുവിന്റെ ഇഷ്ടമല്ല, പിതാവിന്റെ ഇഷ്ടം. ഹലോ, ആരാധിക്കുന്നെങ്കിൽ ആരാധിക്കുന്നവൻ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണമെന്ന പിതാവിന്റെ ഇഷ്ടം. ഇന്ന് രാവിലെ സത്യ ആരാധനക്കാർ, സത്യ നമസ്കാരികൾ ദൈവത്തെ ആരാധിക്കുന്നത് സത്യത്തിലും ആത്മാവിലുമാ. സന്തോഷമുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ആരാധിക്കാൻ വിളിച്ചവൻ ആത്മാവായ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കണം. ആത്മാവിലെ ആരാധന വെളിപ്പെട്ടപ്പോൾ ബെന്തക്കോസ് പെരുന്നാളിന് വന്നവരെല്ലാം കൂടെ ഓടി ഇങ്ങോട്ട് വന്നു. അപ്പൊ എല്ലാവരും കൂടെ വന്നപ്പോ അന്ന് സ്പെഷ്യൽ പ്രസംഗകരെ ഒന്നും വിളിച്ചിട്ടില്ല. ഈ 120 പേരുടെ നടുക്കൂന്ന് പത്രോസ് എഴുന്നേറ്റു. ഉടനെ ബാക്കി 11 പേര് പറഞ്ഞു പ്രസംഗിച്ചു, ഞങ്ങൾ കൂടെ പുറകിലുണ്ടെന്ന് പറഞ്ഞു, ഞങ്ങൾ ഇന്ന് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. പുള്ളി എഴുതൊരു ഒറ്റ പ്രസംഗം. അപ്പൊ സഹോദരന്മാർ ചോദിച്ചു, വന്നവർ ചോദിച്ചു, നിങ്ങൾ ഇപ്പോഴീ അനുഭവിക്കുന്ന ഈ സന്തോഷം അനുഭവിക്കും ഞങ്ങൾ എന്തോ ചെയ്യണം? അപ്പൊ ആത്മാവിന്റെ ആരാധന എന്തോ ഉണ്ടായിരുന്നു? സന്തോഷം ഉണ്ടായിരുന്നു. എല്ലാവരും ഇവിടെ ഉണ്ടോ? ഒന്നാമത്തെ പെന്തക്കോസ് ആരാധന വെളിപ്പെട്ട ആരാധനയ്ക്കകത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. പെന്തക്കോസ് പെരുന്നാൾ കൂടാൻ വന്നവരിലാണ് ചോദിച്ചു, ഇത് പ്രാപിക്കാൻ ഞങ്ങൾ എന്തോ ചെയ്യണം? പത്രോസ്
ഒരു ഷോർട്ട് മെസ്സേജ് കാര്യം പറയണം. രക്ഷിക്കപ്പെടണം, മാനസാന്തരപ്പെടണം, സ്നാനപ്പെടണം, അഭിഷേകം പ്രാപിക്കണം, വേർപാട് പാലിക്കണം, കൂട്ടായ്മ ആചരിക്കണം, അപ്പം നുറുക്കണം, പ്രാർത്ഥിക്കണം. പിന്നൊരു ക്യൂ ആയിരുന്നു കേട്ടോ, 3000 എണ്ണത്തെ മുക്കിപ്പൊക്കുക. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസലോ. അവരെ വിളിച്ചു ചോദിച്ചു, എന്തിനാച്ചാ ബെന്തക്കോസ് പെരുന്നാളിൽ വന്നിട്ട് വെള്ളത്തിൽ പോയി മുങ്ങിയേ? ദൈവജനം അനുഭവിച്ച സന്തോഷം അനുഭവിക്കണം. കൊച്ചു പേർഷേപ്പാനൊന്നുമല്ല, OET ILTCയും നീറ്റും പാസ്സാകാനൊന്നുമല്ല സ്നാനപ്പെട്ടെ. അതെല്ലാം മേടിച്ചോ, നീറ്റ് പാസ്സായിക്കോ, IAS എടുത്തോ, IPS കിട്ടിക്കോ, എനിക്ക് അതിനൊന്നും വിരോധമില്ല. പക്ഷെ സ്നാനപ്പെടുന്ന അതിനൊന്നും ആകല്ല. സ്നാനപ്പെടുന്നത് ഈ ആത്മാവിലെ സന്തോഷം അനുഭവിക്കാനാണ്. അപ്പൊ 1 കനാൻ, 2 ആരാധന, 3 ഉത്സവം, 4 യാഗം, 5 പുറപ്പാട് 4:22-23. നമുക്ക് 5 കാര്യം ഇന്ന് പകരം കൂടെ ചിന്തിക്കാം. നീ ഫറവോനോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എന്റെ പുത്രൻ, എന്റെ ആദ്യജാതൻ തന്നെ. എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എന്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നല്ല അല്ലേ പറഞ്ഞേ. നിങ്ങളുടെ ധാരണ പാർസങ്ങളും സുനിൽ പാർസും പിസിച്ചെറിയാൻ പാർസും പിന്നെ കുറെ അസിസ്റ്റന്റ് പാർസന്മാരും ശുശ്രൂഷ ഞങ്ങളെല്ലാം കൂടെ കേൾക്കാമെന്ന്. അങ്ങനെ അല്ല കേട്ടോ. വിടുവിക്കപ്പെട്ട മുഴുവൻ പേരും അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമാ. എന്തിനാ നിന്നെ മിസ്രൈമിന് വിടുവിച്ചേ? എന്തിനാ ഫറവോന്റെ അടിമത്തത്തിൽ വിടുവിച്ചേ? ഇസ്രായേലിന്റെ ആദിജാതൻ എന്റെ പുത്രൻ, എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ. എല്ലാവരും പറഞ്ഞേ, ഉറക്കം വരുന്നുണ്ടോ? ഒന്ന് പറഞ്ഞേ, എനിക്ക് എന്തിനാ വിളിച്ചേ? പറയെല്ലാരും കൂടെ, എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ. ശുശ്രൂഷ കുഴഞ്ഞാരിലും ഉണ്ടോ? യേശുവിനെ ശുശ്രൂഷിച്ച് കുഴഞ്ഞു പോയവരുണ്ടോ? ആരുമില്ല. നല്ല ആളുകളാ. മാർത്ത കുഴഞ്ഞായിരുന്നു. ബഥേലിലാരും കുഴഞ്ഞില്ല, മാർത്ത കുഴഞ്ഞു. മാർത്ത പറഞ്ഞു, ഞാൻ തന്നെ വിളമ്പിയും കൊടുത്തും തൂത്തും ഭാര്യയും ഇടപാട് തീർന്നു. പുള്ളിക്കാരത്തിൽ വന്ന് കാക്കലിരിക്കുക, 21 ദിവസം എന്ന് പറഞ്ഞിരിക്കുക. ഒരു സവോള അരിയാൻ പോലും കൂടുന്നില്ല. ഒന്നും വേണ്ട, കഴിച്ച പാത്രം ഒന്ന് കഴിയാൻ കൂടുന്നില്ല. കർത്താവ് പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, അവൾ നല്ല അംശം തിരഞ്ഞെടുത്തു. അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി. അവൾ നല്ല അംശം. നീ യോഗത്തിന് വന്നിരിക്കുന്നതിനും പലതിനെ ചൊല്ലി പാറയെല്ലാവരും കൂടെ, ഞാൻ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാതെ. യോഗത്തിലിരിക്കാനും പലതിനെ ചൊല്ലി വിചാരപ്പെടുക. അതല്ലേ ആരാനും വെളിപ്പെടാത്തെ? മനസ്സിലാകുന്നുണ്ടോ? ശുശ്രൂഷിച്ചു കുഴഞ്ഞോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധന ചെയ്യുന്ന പകൽ, നിന്നെ വിളിച്ചത് ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാനാ. പത്രോസ് അപ്പോസ്തലൻ 1 പത്രോസ് 2:5 പറഞ്ഞു, ആത്മീക യാഗം കഴിക്കാൻ. ഒന്ന് വായിച്ചാൽ, ആത്മീക യാഗം കഴിക്കാൻ. 1 പത്രോസ് 2:5. ജീവൻ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിനെ പണിയപ്പെടുന്നു. നോക്കിയേ, നമ്മളെ എന്തിനാണ് വിളിച്ചു വേർതിരിച്ചത്? അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകളായി തീർന്നിട്ട് ആത്മീക യാഗം കഴിപ്പാൻ. ആത്മീക യാഗം പഴയ നിയമത്തിലെ നിഴലായ യാഗമല്ല, പുതിയ നിയമത്തിലെ ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന്
ദൈവം നമ്മെ വേർതിരിച്ചിരിക്കുക. ഓ, ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവം രണ്ട് കാര്യം മറച്ചു വെച്ചു. മിസ്രൈമിൽ നിന്ന് വിടുമ്പോൾ കനാൻ തരുമെന്ന് പറഞ്ഞു, പക്ഷെ ചെങ്കടലുണ്ടെന്ന് പറഞ്ഞില്ല. മിസ്രൈമിന് വിടുമ്പോൾ പാലും തേനും വിടുന്ന കനാൻ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ മാറയിലെ കയ്പ് പറഞ്ഞില്ല. മിസ്രൈം വിടുമ്പോൾ പാലും തേനും ഒഴുകുന്ന കനാൻ നല്ല ദേശം തരുമെന്ന് പറഞ്ഞു, പക്ഷേ വെള്ളം കിട്ടാത്ത മരുഭൂമി ഉണ്ടെന്ന് പറഞ്ഞില്ല. ഹലോ, അഗ്നിസർപ്പമുള്ള മരുഭൂമി ഉണ്ടെന്ന് പറഞ്ഞില്ല. കഷ്ടതയെക്കുറിച്ച് ഒരു വാക്കും മിണ്ടിയില്ല. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ചെങ്കടലിൽ വഴി തുറക്കുന്ന ദൈവമുണ്ടെന്ന് പറഞ്ഞില്ല. ചെങ്കടലുണ്ടെന്ന് പറഞ്ഞില്ല, വഴി തുറക്കുന്ന തിന്മയും പറഞ്ഞില്ല, നന്മയും പറഞ്ഞില്ല. കനാൻ പറഞ്ഞു. നിങ്ങൾ എന്നോട് ഒന്ന് വരണം. കനാന് ചെല്ലുന്നതിന് മുമ്പേ എന്തൊക്കെ വരുമെന്ന് പറഞ്ഞില്ല. പറഞ്ഞായിരുന്നേ ഇറങ്ങത്തില്ലായിരുന്നു. തന്നാൽ ഇവർക്ക് ഈ ചെങ്കടലിൽ കൂടെ അല്ലാതുള്ള മറ്റേ വഴി അറിയാം. ഏത് വഴി? അച്ചായന്മാർ അരിമേടിക്കാൻ വരുകയും പോവുകയും ചെയ്തൊരു വഴിയില്ലേ? ഹലോ, ക്ഷാമം വന്നപ്പോൾ ചേട്ടന്മാർ 10 കൂടെ അരിമേടിക്കാൻ കാലിച്ചാക്കും കൊണ്ട് വന്നിട്ട് പോയ വഴിയില്ലേ? ആ വഴി അറിയാവുന്ന ഒരു ചെങ്കടലുണ്ടെന്ന് പറഞ്ഞാൽ നേരെ അതിലേ പോയേനെ. മോശ ഇതിലേയും പോയേനെ, അവരതിലേയും പോയേനെ. ഹലോ, നേരെ മോശ സഹിയായിട്ട് പറഞ്ഞു, അടിച്ചേലേ പോയില്ലേ, പോയാലേ അടിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ കൂടെ ആണോ എല്ലാവരും? അങ്ങനെ പോയാലേ അടിക്കാതിരിക്കാൻ തമ്പുരാൻ ചെങ്കടലുണ്ടെന്ന് പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. നീ വിശ്വാസി വന്നപ്പോ പറഞ്ഞില്ലേ, ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവിടെ തന്നെ നിന്നേനെ വന്ന്. ഹലോ, ഇറങ്ങി തിരിച്ചപ്പോഴാണ് ഇത്രയും പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞ്. ഈ പ്രശ്നത്തിൽ കൂടെ നിന്നെ കനാനി കൊണ്ടുപോവാ. ഹല്ലേലൂയ. ഈ പ്രശ്നം നിന്നെ നശിപ്പിക്കാനല്ല, ഈ കഷ്ടതയിൽ കൂടെ, ഈ പ്രതികൂലത്തിൽ കൂടെ നിന്നെ വാഗ്ദത്തത്തിലേക്ക് ദൈവം കൊണ്ടുപോകുകയോ. ഓ റബ ശാംദര രഗമന. ഓ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നീ ഇത്രയും വിശ്വസിച്ചാ മതി. ചെങ്കടൽ വന്നോട്ട്, വഴി തുറക്കുന്നവൻ കൂടുണ്ട്. മാറാ വരിപ്പെടട്ട്, ഒരു കമ്പ് മുറിച്ചിട്ട മധുരമാക്കുന്നവൻ കൂടെയുണ്ട്. മരുഭൂമിയിൽ ദാഹം വരട്ടെ, പാറയെന്ന് വെള്ളം ചാടിക്കുന്നവൻ കൂടുണ്ട്. അഗ്നിസർപ്പം വെളിപ്പെടട്ടെ, ഉയർത്തപ്പെട്ട പിച്ചറ സർപ്പത്തെ നോക്കി പിടിപ്പിക്കുന്നവൻ കൂടെയുണ്ട്. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് പകൽക്കാലം പ്രതികൂലം കണ്ട് പകച്ചു നിൽക്കരുത്. വിടിവിക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം കരമൊന്നടിച്ച് ഈ പകൽ ദൈവത്തെ ആരാധിച്ച് വിടിവിക്കുന്നവൻ കൂടെയുണ്ട്. ഈ ചെങ്കടലില്ലായിരുന്നെങ്കിൽ പാപം മോശയോട് ഏറ്റുപറഞ്ഞ ഫറവോൻ ചത്തുപൊങ്ങത്തില്ല. ആയിരക്കണക്കിന് പിള്ളാരെ കാലെ പിടിച്ച് നൈൽ നദി വലിച്ചെറിഞ്ഞപ്പോൾ ചങ്കുപൊട്ടിക്കരഞ്ഞ അമ്മമാരും അപ്പന്മാരും ഉണ്ട്. അവരുടെ കണ്ണുനീരിന് അളന്നു തൂക്കി മറുപടി കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ വഴി അടഞ്ഞതുപോലെ തോന്നിയത് അവനെ ആ വഴിയെ കൊണ്ടുപോകാനാ. പ്രൈസ് ദി ലോർഡ്. നിന്നെ അക്കരെ കടത്തിയിട്ട് നിന്നെ പിൻഗമിക്കുന്ന പോരുകളെ ഇനി ഒരിക്കലും നിന്റെ മേൽ ആധിപത്യം പുലർത്താത്ത നിലയിൽ ഇന്ന് പകൽ ശക്തമായി ദൈവത്തിന്റെ ആത്മാഭിടപെടുകയാ. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ഈ പകൽ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ. ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞ് ഞാനിപ്പോൾ അവസാനിപ്പിക്കാം. നമുക്ക് വൈകിട്ട് യോഗം ഉണ്ടല്ലോ. ഞാൻ നിങ്ങളെ ഇരുത്തി വിഷമിപ്പിക്കത്തൊന്നുമില്ല. ഞാനിന്നലെയൊന്നും ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തായിരുന്നു കൺവെൻഷൻ. പിന്നെ വീട്ടിൽ 1 മണിക്ക് വന്നിട്ട് 3 മണിക്ക് എഴുന്നേറ്റ് 4 മണിക്ക് എയർപോർട്ടിൽ പോന്നാ. പക്ഷെ എനിക്ക് വലിയ ക്ഷീണമില്ല. ഇന്നലെ പകരം 3 സഭായോഗത്തിലാണ് പ്രസംഗിച്ച്, എന്നിട്ടും വലിയ ക്ഷീണമില്ല. പക്ഷെ നിങ്ങൾ ഈ ഇത്ര നേരം ഇരുന്നപ്പോൾ ക്ഷീണമുള്ള പോലെ എനിക്ക് തോന്നുന്നു. സ്തോത്രം. അതുകൊണ്ട് ഞാൻ വിഷമിപ്പിക്കുന്നില്ല. നിങ്ങൾ ലേവ്യ പുസ്തകം 20:6 ഒന്ന് വായിച്ചേ. ലേവ്യ 20:6.
വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും പിന്നാലെ പരസംഗം ചെയ്യുവാൻ പോകുന്നവന്റെ നേരെയും ഞാൻ ദൃഷ്ടി വെച്ച് അവന്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയും. ഒന്നുകൂടെ വായിച്ചേ. വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും പിന്നാലെ പരസംഗം ചെയ്യുവാൻ പോകുന്നവന്റെ നേരെയും ഞാൻ ദൃഷ്ടി വെച്ച് അവന്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയും. നമുക്കറിയാവുന്ന വാക്യം, അവൻ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ദൈവമാണെന്ന്. അവൻ ഇങ്ങനെയുള്ളവരുടെ മേലും ദൃഷ്ടി വെച്ചിട്ടുണ്ട്. സ്തോത്രം. നിങ്ങൾ ദിനവൃത്താന്ത പുസ്തകം 1 ദിനവൃത്താന്തം 10:13 വായിച്ചു. ഇതൊന്നും ഞാൻ വിവരിക്കുന്നില്ല. 1 ദിനവൃത്താന്തം 10:13. ഇല്ലേ? ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമ ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കായാലും വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു. ശൗൽ എന്തുകൊണ്ടാണ് മരിക്കേണ്ടി വന്നത്? ഹലോ, 2 കാരണങ്ങളാണ് ശൗൽ മരിക്കേണ്ടി വന്നത്. എന്തൊക്കെയാ 2 കാരണം? പറഞ്ഞേ. യഹോവയുടെ വചനം പ്രമാണിക്കാകയാലും വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്നെ വിളിച്ചോണ്ട് പോവാണ് ശൗലിന്റെ വേണ്ടി പ്രാർത്ഥിക്കുക. എന്നെ രാജാവാണല്ലോ ശുശ്രൂഷയ്ക്ക് വിളിച്ചെന്നുള്ള ഗമയിൽ ഞാൻ ശൗലിൻ്റെ വീട്ടിൽ പോയി കാര്യമായിട്ട് 1.5 മണിക്കൂർ അന്യഭാഷയൊക്കെ പറഞ്ഞ് കൈയടിച്ച് ശക്തിയിൽ ആട്ടി തലേ കൈയൊക്കെ വെച്ച്, പിന്നെ കുന്തത്തിൻ്റെ മേലും കൈവച്ച്, വാളിൻ്റെ മേലും കൈവച്ച്, അഭിഷേകം നഷ്ടപ്പെട്ട പരിചയുടെ മേലൊക്കെ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ച് പോന്നാലും വിടുതലുണ്ടോ? പാറ. സ്തോത്രം. എനിക്കൊരു നല്ല പൊതി രാജാവെന്നുള്ള നിലയിൽ കൈക്കൂലി തന്ന് എന്നെ മാനിച്ച് അടുത്ത പ്രാവശ്യം വരണമെന്ന് പറഞ്ഞ് വിട്ടാൽ കേസ് പരിഹാരമുണ്ടോ? നിങ്ങളൊന്നും മിണ്ടുന്നില്ല. ഇത് ഉപദേശി വന്ന് പ്രാർത്ഥിച്ചാൽ അഴിയുന്ന കേസല്ലെന്ന്. ഹലോ, പ്രൈസ് ദി ലോർഡ്. നീ ദശാംശം ഇടാതെ പിടിച്ചു വെച്ച പൈസ ഒന്നിച്ച് കവറിലാക്കി ഉപദേശി കൊടുത്തുകൊണ്ട് അഴിയുന്ന കേസല്ല. 2 കാരണങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ദൈവത്തോട് ആലോചന ചോദിച്ചവൻ, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവനായിരുന്നു ഇവൻ. ഇവൻ്റെ അപ്പൻ്റെ കൈ കാശുണ്ട്, പക്ഷെ ഇവൻ്റെ ഈ പൈസ ഇല്ലായിരുന്നു. ഏത് വലിയ അപ്പൻ്റെ മോൻ്റെ ഈ കാശില്ലാതെ വരും. കാശുള്ള കീസിൻ്റെ കഴുത കാണാതെ പോയി. മോനെ അന്വേഷിക്കാൻ വിട്ടു. അവൻ 5 പട്ടണത്തിൽ കൂടെ അന്വേഷിച്ച് ലാസ്റ്റ് വന്നിട്ട് കടുങ്കാപ്പിക്ക് പൈസ ഇല്ല, എല്ലാം തീർന്നു. ഏത് മിടുക്കൻ്റെ കൈ കടുങ്കാപ്പിക്ക് പൈസ ഇല്ലാതെ വരും? ഉടനെ അവൻ്റെ ഒരു ഭൃത്യനുണ്ട്, അവൻ ദൈവത്തെ വിളിക്കുന്നവനായിരുന്നു. അപ്പം ശൗല് പറഞ്ഞു, ഇപ്പം നമ്മളെക്കുറിച്ചുള്ള ചിന്തയായിരിക്കും അപ്പന് കഴുതയുടെ ചിന്ത വിട്ട് നമുക്ക് പോയേക്കാന്ന് പറഞ്ഞു. ഒരു കാലത്ത് മുഴുവൻ അപ്പന് കഴുതാനുള്ള ചിന്തയായിരുന്നു, ഇപ്പം തലമുറയെക്കുറിച്ചുള്ള ചിന്തയായി എന്ന് മോന് മനസ്സിലായി. അങ്ങനെ മിണ്ടുന്നില്ല. അപ്പൻ ഈ പരവേശം പിടിച്ച് ഓടിയതെല്ലാം കഴുതിയെന്നും പറഞ്ഞ ഇപ്പോൾ ആ പുള്ളിക്ക് ചിന്ത വന്നത് ചെറുക്കനെ കുറിച്ച്. അപ്പോൾ ചെറുക്കന് മനസ്സിലായി അപ്പൻ ഇപ്പം കഴുതയുടെ ചിന്ത വിട്ടു, ഇനി തോട്ടവും വേണ്ട, വീടും വേണ്ട, ഫ്ലാറ്റും വേണ്ട, കൊച്ചിനെ ഇനി കിട്ടിയാൽ മതി ചിന്തയായി. എല്ലാവരും ഇവിടെ ഉണ്ടോ? അപ്പം അവൻ പറഞ്ഞു, ഇപ്പം നമ്മളെക്കുറിച്ചുള്ള വിചാരം നമുക്ക് വീട്ടിൽ പോയേക്കാന്ന് പറഞ്ഞു. ഉടനെ പ്രത്യേകം പറഞ്ഞു, പാമ്പ് വരട്ടെ, ദൈവത്തിൻ്റെ ആലോചന പറയുന്ന ആരുടെ ആ പട്ടണത്തിൽ ഉണ്ടോ നോക്കാം. അപ്പം പറഞ്ഞു, ബഥേലിൽ ഒരാളുണ്ട്, നമുക്ക് അവിടെ പോയി പ്രാർത്ഥിപ്പിക്കാമെന്ന് പറഞ്ഞു. ഉടനെ ബഥേലിൽ ചെല്ലുമ്പോൾ ഒരു സ്വതന്ത്രാഴ്ച കൊടുക്കാൻ പോലും എൻ്റെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. വലിയ മോലാളുടെ കാശുള്ള ഗീഷിൻ്റെ മോൻ്റെ കൈ കാശില്ല. ഹലോ, ഉടനെ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്നവൻ പറഞ്ഞ് കാശ് എൻ്റെ കയ്യിലുണ്ട്, ഒരലിയ പറയണം.
പിന്നെ നീ വിചാരിക്കാത്തിടത്ത് കാക്കവായിലും പൊന്നിരിക്കുമെന്ന് പറഞ്ഞ പോലെ നീ വിചാരിക്കാത്തിടത്ത് നന്മ വെളിപ്പെടുമെന്ന്. ഹല്ലേലൂയ. നീ തള്ളിക്കളഞ്ഞ ആളിന്റെ കയ്യിൽ നന്മ വെളിപ്പെടുത്തും. ഒരു ഹല്ലേലൂയ പറയണം. ഹല്ലേലൂയ. വീട്ടിൽ 5 കാശിന് വകയില്ലാതെ ഉപജീവനത്തിന് ജോലി ചെയ്യുന്ന പറഞ്ഞു, അച്ഛാന്റെ കയ്യിൽ ഇല്ലെങ്കിലും എൻ്റെ ഈ കാശുണ്ട്, ഞാൻ അത് തരാം, നമുക്ക് പോയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഈ ദാസന്റെ നിർബന്ധത്തിൽ ആ പുള്ളി പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ നല്ല കൈക്കുറങ്ങ് സഹിതം സൂക്ഷിച്ചു വെച്ച് ക്ഷണിക്കപ്പെട്ട 30 പേരുടെ കസാരയുടെ കൂട്ടത്തിൽ 31ാമത്തെ കസാരയിട്ട് ഇവനെ ഇരുത്തി. അപ്രതീക്ഷിതമായ ഒരു സ്വീകരണം. മനസ്സിലാകുന്നുണ്ടോ? ബാംഗ്ലൂരിൽ മന്ത്രിസഭ കൂടിക്കൊണ്ടിരിക്കുന്ന മീറ്റിങ്ങിനകത്ത് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ നമ്മളെ കൂടെ കസാര ഇരുത്തിയാൽ ഗമ എന്തായിരിക്കും? അതുപോലെ ഷൗമേല് ക്ഷണിച്ചു വരുത്തിയ 30 പേരുടെ നടുക്ക് ഇവനെ കൂടി ഇരുത്തി. അങ്ങോട്ട് പോയത് 5 കാശില്ലാത്തവൻ, തിരിച്ചു വന്നത് രാജ്യത്തെ രാജാവ്. നീ ദൈവത്തിന് സന്നിധി വാന്നേ. നീ കരുതക്കാരിയും പറഞ്ഞ് നടക്കാതെ ദൈവസന്നിധി വാ. നീ ആലോചന ചോദിക്കാൻ വാ. നീ ഉപവാസത്തിന് മുട്ടുമടക്ക്. നീ പ്രാർത്ഥിക്ക്. നിനക്ക് ദൈവം മറുപടി തരും. ദൈവത്തിന്റെ മുഖത്തെ ആദരിക്കും. നിന്റെ സ്ഥിതി ദൈവം മാറ്റും. അവകാശത്തിന്റെ കൈ തരും. അനുഗ്രഹം നിന്റെ കൈ തരും. ഹല്ലേലൂയ. അവനോട് തന്നെ പേഴ്സണലായിട്ട് ദൈവം ആലോചന പറഞ്ഞു. നിന്നോട് തന്നെ എനിക്കൊരു അരുളപ്പാട് പറയാനുണ്ട്. അതുകൊണ്ട് ഭൃത്യൻ, കാക്കാശ് കൊടുത്ത് കൊണ്ടുവന്ന ഭൃത്യൻ മിന്നപ്പാൻ പറഞ്ഞു, നീ നിൽക്കാൻ പറഞ്ഞു. നിർത്തിയിട്ട് ദൂത് പറഞ്ഞവനെ രാജാവാക്കി അഭിഷേകം ചെയ്തു. പക്ഷെ അവൻ ഇപ്പോൾ ആരുടെ പുറകെ പോയേക്കുവാ? ദൈവത്തോട് ആലോചന ചോദിച്ചു തുടങ്ങിയവൻ ഇപ്പൊ എവിടെ ചെന്നിക്കുക? മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ആരാണ്ട് പറഞ്ഞു, ഇപ്പോൾ ഈ ശുശ്രൂഷയിലൊന്നും വലിയ കാര്യമില്ല, മറ്റേടത്ത് പോകുകയാണെങ്കിൽ കാര്യങ്ങൾ നടക്കും, ചെറിയൊരു പരിപാടിയെ ഉള്ളെന്ന് പറഞ്ഞ് അങ്ങനെ പോയി. ഇവൻ ആ ഒറ്റ കാരണത്താൽ അവനെ കൊല്ലാൻ ദൈവം തീരുമാനിച്ചു. ദാവീദിന്റെ പുറകെ കുത്താൻ കൊണ്ടുവന്ന കുന്തത്തിൽ അവനെ വീഴിച്ചു. അവന്റെ യോഗ്യത എല്ലാവരെക്കാട്ടി തോളിന് മേളിൽ അവന് പൊക്കമുണ്ട്. ആ പൊക്കം ഉള്ളിടത്ത് വെച്ച് അവന്മാർ കണ്ടിച്ചു. ഇവിടെയാണോ എല്ലാവരും? ദൈവത്തെ വിട്ടുപോയാൽ എല്ലാ പൊക്കവും ഛേദിക്കപ്പെടും. ഹലോ, ഇന്ന് പകൽ ദൈവത്തിലേക്ക് മടങ്ങി വരണം. ദൈവത്തിലേക്ക് മടങ്ങി വരണം. യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമനായ പാപിയായി എന്റെ പാപം ക്ഷമിക്കാൻ പരമദയാലുവായ ദൈവത്തിന് എന്നോട് കൃപ തോന്നി. അതുകൊണ്ട് എന്റെ ലംഘനങ്ങൾ ക്ഷമിച്ചു, എന്റെ പാപങ്ങൾ മറച്ചു. ഞാൻ ഭാഗ്യമുള്ള പദവിയിലായി. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ഇന്ന് പകൽ പാപം മറച്ചു കിട്ടിയവരെല്ലാം ആ കരമൊന്നടിച്ച് ദൈവത്തെ ആരാധിച്ചേ. ഇന്ന് പകൽ പാപത്തിന്റെ ശക്തി ക്ഷയിച്ച് നമുക്ക് ദൈവം അനുവദിച്ചാൽ ബാക്കി ദൈവാത്മാവ് നിർബന്ധിച്ച പിന്നീട് ചിന്തയ്ക്ക് ഇപ്പൊ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഒരു നിമിഷം നമുക്ക് ദൈവസ്ഥനെ എഴുന്നേക്കാം. ഹല്ലേലൂയ. ഇനിയും കഴുകപ്പെടാനുള്ള, ഇനിയും ശുദ്ധീകരിക്കപ്പെടാനുള്ള, ക്ലാവ് പിടിച്ചിരിക്കുന്നത് പോലെ, തുരുമ്പ് പിടിച്ചിരിക്കുന്നത് പോലെ ഏതെങ്കിലും കഴുകപ്പെടേണ്ട മേഖലകൾ ഉണ്ടെങ്കിൽ ഈ 15ാമത്തെ പകൽ ആത്മാവിന്റെ നിറഞ്ഞ സ്നേഹത്തിൽ ഓർപ്പിക്കട്ടെ. ഒരാഴമായ കഴുകലിനു വേണ്ടി എത്ര പേര് ഈ പകൽക്കാലം സമർപ്പിക്കപ്പെടും? ആ കരങ്ങൾ ദൈവം ഒന്ന് കാണട്ടെ. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. ഒരു നിമിഷം അക്കാരം താത്തിടല്ലേ, പ്രാർത്ഥിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. പിന്നീട് സമയം പോലെ മുന്നോട്ട് വിളിച്ച് പ്രാർത്ഥിക്കും. ഇപ്പോൾ അതിന് സമയമില്ലല്ലോ. എല്ലാ കണ്ണുകളും അടയട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് കൈപൊക്കിയാൽ മതി. ഒരു കാര്യം, എനിക്കൊരു ഇന്നോവ ക്രിസ്റ്റയുടെ വണ്ടിയുണ്ട്.
ആ വണ്ടി 7 വർഷമായി. പക്ഷെ ഇപ്പോഴും നല്ല സ്റ്റോറൂം കണ്ടീഷൻ പോലെ ഇരിക്കുന്നു. അത് ഈ 2 രൂപയുടെ ഒരു ചെറിയ പ്ലാസ്റ്റിക് കൂടിനകത്ത് ഈ ഷാമ്പു കിട്ടും കടയിൽ, 2 രൂപയുള്ളതിന് തൂക്കിയിട്ടേക്കുന്നു. അത് മേടിച്ച് നമ്മുടെ വീട്ടിലെ പയ്യൻ അതൊന്ന് കഴുകുമ്പോൾ നല്ല ക്ലീനാണ്. അപ്പം ആര് കണ്ടാലും പുത്തൻ വണ്ടി പോലെ ഇരിക്കുന്നു. ചിലരൊക്കെ വെച്ചാൽ എന്നാ വണ്ടി മേടിച്ചെന്നൊക്കെ ചോദിക്കും. ഞാൻ ചെവി പറയും 7 വർഷമായി, ആരും അറിയണ്ടെന്ന് പറയും. പക്ഷെ ഇപ്പോഴും പുത്തൻ പോലെ ഇരിക്കുന്നത്. പിന്നീട് ഞങ്ങളുടെ പുതിയൊരു സർവീസ് സ്റ്റേഷൻ ആരംഭിച്ചു. ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്, ഭയങ്കര സംവിധാനമാണ്. അപ്പോൾ അവിടെ കൊണ്ട് കഴുകാൻ ചെന്നിട്ട് ഈ സാധനം മിഷനിലൊന്ന് പൊക്കിയപ്പോൾ JCBയുടെ കപ്പി വെച്ച് മാന്താമെന്ന് ഒരു അടി മുഴുവൻ ചെളിയിരിക്കുക. ഈ പുറത്തെ സൗന്ദര്യമുള്ളായിരുന്നു, പൊക്കിയപ്പോഴാണ് ഞാൻ ഈ അടി കാണുന്നത്. ഹലോ, നമ്മൾ മിഷനെ പൊക്കാത്തതുകൊണ്ടാണ് നമ്മുടെ ധാരണ മൊത്തം ക്ലീനാന്ന്. ഹലോ, പ്രൈസലോ. അവർ നല്ല ശക്തിയുള്ള പവർ കൂടിയ ഒരു പൈപ്പൊക്കെ അടിച്ച് അങ്ങോട്ട് റെഡിയാക്കി കഴിഞ്ഞപ്പോൾ അത് സംഗതി ക്ലീനായി കേട്ടോ. ഞാനും കണ്ടപ്പോൾ ക്ലീനാകത്തില്ലെന്ന് ഓർത്തെ, പക്ഷെ അത് സംഗതി ക്ലീനായി. ഇന്ന് പകൽക്കാലം ക്ലീനാകണം. നീ അറിയപ്പെടാതെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഹല്ലേലൂയ ചിലതെല്ലാം ഇന്ന് രാവിലെ കഴുകപ്പെടണം. അത് പീസിച്ചെറിയാൻ കഴുകാനൊക്കത്തില്ല. ഇവിടുത്തെ ഏതെങ്കിലും സർവീസ് സ്റ്റേഷനിൽ കഴിയാവത്തില്ല. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്ന രക്തമാ. ആ കഴുകലിന് വേണ്ടി സമർപ്പിക്കുന്നവർ 2 കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ട്. യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെ, ഭൂലോകരുടെ, അധോലോകരുടെ സകല മുഴങ്കാലും ഒരുപോലെ മടങ്ങുന്ന സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസറേനായ യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ ഈ അഭിഷക്ത ഗണത്തെ ഇന്ന് പകൽ അനുഗ്രഹിക്കുകയാണ്. എല്ലാ ദൈവകൃപയ്ക്ക് വിരോധമായ അഴുക്കുകളും കേടുകളും ഒക്കെ, എല്ലാ തുരുമ്പുകളും ക്ലാവുകളും ഇന്ന് പകൽ യേശുവിന്റെ രക്തത്താൽ കഴുകി മാറ്റപ്പെട്ട് ഞങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയാണ്. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. അത്ഭുതങ്ങൾ നടക്കട്ടെ, പുതുവഴികൾ തുറക്കപ്പെടട്ടെ, പരാജയങ്ങൾ ജയമാകട്ടെ, ശൂന്യതകൾ മാറട്ടെ, ദുഷ്ടപിശാച് തടഞ്ഞ സകല വാഗ്ദത്തങ്ങൾ യേശുവിൻ നാമത്തിൽ വെളിപ്പെട്ടു വരട്ടെ. ഓ, സൗഖ്യങ്ങൾ നടക്കട്ടെ, സൗഖ്യങ്ങൾ നടക്കട്ടെ. ഈ മൺകൂടാരങ്ങളിൽ യേശുവിന്റെ സൗഖ്യം വ്യാപരിക്കട്ടെ. ഓ അല്പനിമിഷം ഒരുമിച്ച് കരമടിച്ച് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാരാധിക്കുമല്ലോ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.